വെൽക്കം ടു നെറ്റ്വർക്ക് അനാലിസിസ്. നമ്മൾ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സും കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സും കണ്ടു. ഇനി നെറ്റ്വർക്ക് തിയറംസാണ്. ആദ്യം തെവനിൻസ് തിയറം, അത് ഒന്ന് കാണാം. ഒരു നെറ്റ്വർക്കിലെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് റെസിസ്റ്റൻസിലെ കറണ്ട് കാണാനാണ് തെവനിൻസ് തിയറം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു സിമ്പിൾ നെറ്റ്വർക്കാണ്. ഒരു ബാറ്ററി ആൻഡ് EMF E, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R, ഇത് R1 R2. ഈ റെസിസ്റ്റൻസിലെ കറണ്ടാണ് കാണേണ്ടതെന്നിരിക്കട്ടെ. അതിനെ നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു, RL. അതിലെ കറണ്ട് കണ്ടുപിടിക്കേണ്ട കറണ്ട് IL. ഇവിടെ ഞാൻ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് പറയുക. സ്റ്റെപ്പ് 1, ഏതാണോ ലോഡ് റെസിസ്റ്റൻസ് അത് ഡിസ്കണക്ട് ചെയ്ത് മാറ്റുക, റിമൂവ് RL. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് ബാക്കിയുള്ള സർക്യൂട്ട് വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും AB. ഇതിപ്പോൾ ഇവിടെ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയും ഈ ഭാഗം. RL അങ്ങ് മാറ്റി കഴിയുമ്പോൾ ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. ഈ എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഇപ്പോൾ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അല്ലെ തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുക. അത് കണ്ടുപിടിക്കുക എന്നുള്ള അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ സ്റ്റെപ്പ് 2, ഫൈൻഡ് VAB കോൾഡ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, AB എന്ന് പറയുന്നത് R2-ന് പാരലല്ല. എവിടെ പാരലൽ വന്നാലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിമാണ്. അപ്പോൾ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് R2-ൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ VAB കാണാൻ ഈ R2-ൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ VAB ഈക്വൽസ് വോൾട്ടേജ് അക്രോസ് R2. അതിന് കാരണം AB ഈസ് പാരലൽ ടു R2. ഇനി VAB കണ്ടുപിടിക്കാൻ ഇവിടെ ഇപ്പോൾ ഒരു സീരീസ് കോമ്പിനേഷനാണ് കിടക്കുന്നത്. ഇതിപ്പോൾ ഒരു സീരീസ് കോമ്പിനേഷനാണ്, സ്മോൾ r, R1 R2. സീരീസ് കോമ്പിനേഷനിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ വോൾട്ടേജ് കാണാൻ പൊട്ടൻഷ്യൽ ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. അതായത് ടോട്ടൽ EMF ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ ദി റെസിസ്റ്റൻസസ് ഇൻ ദി പാത്ത് ഇൻറ്റു ഏതിൻ്റെ വോൾട്ടേജ് കാണണോ അതിൻ്റെ റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെ R2-ൻ്റെ, അപ്പോൾ E/σR ഇൻറ്റു R2. ദറ്റ് ഈസ് E/σR എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 പ്ലസ് സ്മോൾ r, ബാറ്ററിയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഇൻറ്റു R2. ഇതാണ് VAB. ഇനി അടുത്ത സ്റ്റെപ്പ് 3, replace the battery by its internal resistance and find the equivalent resistance of the network as viewed back from A and B, from AB. അപ്പോൾ ബാറ്ററി മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മൾ ഉണ്ടെന്ന് ഇടുന്നു. എന്നിട്ട് എയിൽ നിന്നും AB-യിൽ നിന്നും ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ സർക്യൂട്ടിൻ്റെ നെറ്റ് റെസിസ്റ്റൻസ് എത്ര, ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിന് തെവനിൻസ് റെസിസ്റ്റൻസ് അല്ല ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് എന്ന് പറയുക. RAB. ഒരു എയ്ക്കും ബിക്കും ഇടയ്ക്ക് നോക്കുമ്പോൾ എപ്പോഴും ഈ AB റൈറ്റ് സൈഡിലാണ്. ഈ റൈറ്റ് എൻഡിനെ ബേസ് ചെയ്ത് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കാണുമ്പോൾ നമ്മൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് തുടങ്ങണം. ഇത് രണ്ടും സീരീസാണ്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് സ്മോൾ r പ്ലസ് R1 അല്ലെ R1 പ്ലസ് സ്മോൾ r. ഈ R1 പ്ലസ് സ്മോൾ r-ഉം R2-വും പാരലല്ല, കാരണം ഇവിടെ ബ്രാഞ്ചിങ് നടക്കുക. അപ്പോൾ R2 R1 പ്ലസ് R, ഇത് രണ്ടെണ്ണം പാരലാണെങ്കിൽ ഇക്വലൻ്റ് പ്രോഡക്റ്റ് ബൈ സമ്മ. അപ്പോൾ RAB ഈക്വൽസ് R1 പ്ലസ് R ഇൻറ്റു R2 ബൈ R1 പ്ലസ് R പ്ലസ് R2, പ്രോഡക്റ്റ് ബൈ സം. In step 4, draw Thevenin's equivalent.
and reconnect RL between A and B. RL നമ്മൾ അഴിച്ചു മാറ്റിയിരിക്കുമായിരുന്നു. ഇപ്പം നമുക്ക് കിട്ടിയ വോൾട്ടേജും റെസിസ്റ്റൻസ് ഉപയോഗിച്ച് തെവനിൻസ് ഈക്വലൻ്റ് വരയ്ക്കുക. അപ്പോൾ RL ഒഴിവാക്കി ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനാക്കി വരയ്ക്കാം. VAB വോൾട്ടേജും RAB ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ഉള്ള ഒരു വലിയ ബാറ്ററിക്ക് തുല്യമാക്കി മാറ്റി നമ്മൾ ഈ സർക്യൂട്ടിനെ RL ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സർക്യൂട്ടിനെ ഒരു വോൾട്ടേജ് സോഴ്സാക്കി മാറ്റി അതിൻ്റെ EMF അല്ലെ വോൾട്ടേജ് VAB, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് RAB, ഇതിനെ തെവനൻസ് ഇക്വലൻ്റ് എന്ന് പറയുക. ഇത് സീരീസ് VABക്ക് സീരീസായിട്ട് RAB കണക്ട് ചെയ്യുക. ദിസ് ഈസ് ദി തെവനൻസ് ഇക്വലൻസ്. AB നമ്മൾ ഓപ്പണായിട്ട് ഇട്ടിരുന്നത് അവിടോട്ട് തിരിച്ച് RL എടുത്ത് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഈ RLലെ കറണ്ട് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പോൾ EMF VABയും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് RAB ഉള്ള ഒരു ബാറ്ററിയിലോട്ടാണ് RL കണക്ട് ചെയ്തിരിക്കുന്നു അങ്ങ് സങ്കല്പിച്ചാൽ മതി. എങ്കിൽ IL ഈക്വൽസ് EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് VAB ബൈ RAB പ്ലസ് RL. ഇതാണ് തെവനൻസ് തിയറം ഉപയോഗിക്കുന്ന വിവിധ സ്റ്റെപ്പുകൾ. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻ്റായിട്ട് പറഞ്ഞാൽ നമുക്ക് എയും ബിയും അതിനിടയ്ക്ക് RL കണക്ട് ചെയ്യുന്നു. ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു ഇതിനെ ബ്ലാക്ക് ബോക്സ് ഡയഗ്രം എന്ന് പറയുക. ബാക്കിയുള്ള റെസിസ്റ്റൻസസും ബാറ്ററി എല്ലാം കൂടെ ചേർന്ന് വരച്ചിരിക്കുന്നതാണ്ട് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്ന് 2 ടെർമിനൽസ് ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്ന AB, അവിടെയാണ് RL വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റായിട്ട് പറയുമ്പോൾ തെവനിൻസ് തിയറം സ്റ്റേറ്റ്മെൻ്റായിട്ട് പറയുമ്പോൾ ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ എ ലോഡ് റെസിസ്റ്റൻസ് RL കണക്റ്റഡ് അക്രോസ് any two terminals A and B of a network is given by IL equals VAB by RAB plus RL, where VAB is the open circuit voltage across A and B and RAB is the internal resistance of the network as viewed back into the network from the terminals A and B with all voltage sources എന്ന് പറഞ്ഞാൽ ബാറ്ററികൾ voltage sources replaced by their internal resistances if any. എന്തെങ്കിലും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഇടുക, ഇല്ലെങ്കിൽ ഷോർട്ട് ചെയ്യണം. അത് നമ്മൾ പ്രോബ്ലത്തിലൊക്കെ കാണാം. എന്നിട്ട് ഈ ഡയഗ്രം കൂടെ വരച്ചിടുക. ഇതാ തെവനിൻസ് ഇക്വലൻറ്റ് സോഴ്സ് VAB RAB, ഇത് പ്ലസ് മൈനസ് RL ഇങ്ങനെ വരച്ചുകൂടെ കാണിക്കുക. ഇത് നമ്മൾ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്യുന്നു. ABCD ഒരു പ്രോബ്ലമാണ്. ഒരു റെക്റ്റാങ്കുലർ നെറ്റ്വർക്കായിട്ട് 6 ohm 3 ohm 6 ohm 3 ohm എക്കും ബിക്കും ഇടയ്ക്ക് 4.5 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഈ ഡയഗണലായിട്ട് 2 ohm കണക്ട് ചെയ്യിക്കുന്നു. ഇവിടെ ചോദ്യം ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദി 2 ohm റെസിസ്റ്റൻസ്. ഈ 2 ohമിലെ കറണ്ടും അതിൻ്റെ ഡയറക്ഷനും കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ആദ്യം സ്റ്റെപ്പ് 1, റിമൂവ് 2 ohm ആൻഡ് ഫൈൻഡ് VBD. ഈ 2 ohm എന്ന് പറഞ്ഞാൽ ബിക്കും ഡിക്കും ഇടയ്ക്ക്, അപ്പോൾ VBD ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 2 ohm അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ബാറ്ററിക്ക് പാരലായിട്ട് അക്രോസ് ആയിട്ട് ഈ ഒരു ബ്രാഞ്ചുണ്ട്, ഈ ഒരു ബ്രാഞ്ച് കൊണ്ട് ഈ 2 ബ്രാഞ്ചസും പാരല്ല. അപ്പോൾ രണ്ടിൻ്റെയും വോൾട്ടേജ് സെയിമാണ്. ആ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ 4.5 വോൾട്ട് തന്നെയാണ്. അപ്പം നമുക്ക് കാരണം പാരലാവും ABC ADC, ഇവിടെ C ഉണ്ട്, അത് രണ്ടും പാരല്ല. ആ പാരലിന് അക്രോസ് ആയിട്ട് ചെന്നിരിക്കുന്ന ബാറ്ററിയാണ് 4.5 വോൾട്ട്. അപ്പോൾ ഈ 4.5 വോൾട്ട് തന്നെയാണ് ABCക്കും ADCക്കും ചെല്ലുന്നത്. ഇനി VAB ആദ്യം കണ്ടുപിടിക്കണം.
വി എ ബി എന്ന് പറയുമ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് ഡിവിഷൻ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. 4.5 വോൾട്ട് 6 ഓം 3 ഓം ഇത് രണ്ടും കൂടെ സീരീസാണ്. അപ്പോൾ ഈ 6+3ക്ക് 4.5 വോൾട്ട് എങ്കിൽ 6ന് എത്രയാ എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ വി എ ബി ഈക്വൽസ് 4.5/6+3. 6+3ക്ക് 4.5 എങ്കിൽ 6ന് എത്ര? അതാ വി എ ബി, ദറ്റ് ഈസ് 3 വോൾട്ട്. ഈ വി എ ബി എന്ന് പറഞ്ഞാൽ വി എ മൈനസ് വി ബി ആണ്. എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് എ മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് ബി, വി എ മൈനസ് വി ബി. അതിപ്പോൾ 3 വോൾട്ട് എന്ന് കിട്ടി. ഇതുപോലെ ഇനി വി എ ഡി കാണണം. വി എ ഡി എന്ന് പറഞ്ഞാൽ വി എ മൈനസ് വി ഡി. ഇതുപോലെ കാണാം. 3+6ന് 4.5 എങ്കിൽ 3ക്ക് എത്ര? അപ്പോൾ 4.5/6+3 into 3, that is 1.5 വോൾട്ട് എങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എങ്കിൽ അപ്പോൾ വി എ ബി കിട്ടി, വി എ ഡിയും കിട്ടി. വി എ ബി എന്ന് പറഞ്ഞാൽ വി എ ബി മൈനസ് വി എ ഡി കാണുക. വി എ ബി മൈനസ് വി എ ഡി എന്ന് പറഞ്ഞാൽ വി എ ബി ഈസ് വി എ മൈനസ് വി ബി മൈനസ് വി എ മൈനസ് വി ഡി. വി എ ബി മൈനസ് വി എ ഡി എന്ന് പറഞ്ഞാൽ 3 - 1.5 ഈക്വൽസ്. ഇത് ചെയ്യുമ്പോൾ വി എ അങ്ങ് ക്യാൻസൽ ചെയ്യും. ഇത് ചെയ്യുമ്പോൾ ഇത് 3 - 1.5 ഈക്വൽസ് വി എ മൈനസ് വി ബി മൈനസ് വി എ മൈനസ് വി ഡി എന്ന് പറഞ്ഞാൽ വി എ മൈനസ് വി എ ക്യാൻസൽ ചെയ്യും. ഒരു മൈനസ് വി ബി മൈനസ് ഓഫ് മൈനസ് പ്ലസ് വി ഡി, അല്ലെങ്കിൽ വി ഡി മൈനസ് വി ബി ഈക്വൽസ് 3 - 1.5 ഈസ് 1.5. ഇത് പോസിറ്റീവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ദറ്റ് മീൻസ് വി ഡി ഈസ് ഗ്രേറ്റർ ദാൻ വി ബി. വി ഡി മൈനസ് വി ബി പോസിറ്റീവ് പ്ലസ് 1.5 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വി ഡി ഈസ് ഗ്രേറ്റർ ദാൻ വി ബി. ഇത് നമുക്ക് വി ഡി ബി എന്ന് അങ്ങോട്ട് എഴുതാം. അപ്പോൾ ചുരുക്കത്തിൽ ഡി ഈസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ടിൽ 2 ഓമിലെ കറണ്ടാണ് കാണേണ്ടത്. 2 ഓമിലെ കറണ്ട് ഡിയിൽ നിന്നും ബിയിലേക്കായിരിക്കും എന്ന് നമുക്ക് ഇപ്പോഴേ മനസ്സിലാകും. ഇനി സ്റ്റെപ്പ് 2, റീപ്ലേസ് ദി ബാറ്ററി ബൈ ഇറ്റ്സ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഈ തന്നിരിക്കുന്ന ബാറ്ററിക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് സീറോ റെസിസ്റ്റൻസാണ്. സീറോ റെസിസ്റ്റൻസ് എന്ന് കാണിക്കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്ത് കാണിച്ചാൽ മതി. എന്നിട്ട് ബിക്കും ഡിക്കും ഇടയ്ക്കുള്ള ഇക്വലൻ്റ് കാണണം. ഈ ഫലത്തിൽ ഈ ഡയഗ്രം ഇങ്ങനെ വരയ്ക്കാം. ബി എന്ന് പറയുന്ന പോയിന്റിൽ 6ഉം 3യും ബ്രാഞ്ച് ചെയ്യുക. ഇതുപോലെ ഈ ഡിയുടെ സ്ഥാനത്ത് 3ഉം 6ഉം ബ്രാഞ്ച് ചെയ്യുക. എയും സിയും ഷോർട്ട് ചെയ്തിരിക്കുക. സീറോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എയും സിയും ഒരു പോയിന്റ് തന്നെയാണ്. രണ്ടും കൂടെ ഒറ്റ പോയിൻ്റായിട്ട് എടുക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഇതേ ഡയഗ്രം ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഡിയിൽ നിന്നും 3ഉം 6ഉം പാരല്, ബിയിൽ നിന്നും 6ഉം 3യും പാരല് എങ്കിൽ അത് രണ്ടും കൂടെ സീരീസിൽ എങ്കിൽ ആർ ബി ഡി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ 6 × 3/6+3 R1 R2/R1 + R2. ഇവിടെ അത് തന്നെ 6 × 3/6+3. ഇത് രണ്ടും കൂടെ സീരീസിലാണ്. അപ്പോൾ പ്ലസ് ചെയ്യണം. ഫൈനൽ ആൻസർ 4 Ω. ഇപ്പോൾ നമുക്ക് തെവെനിൻസ് ഇക്വലൻ്റ് വരയ്ക്കാം. വി ഡി ബി 1.5 വോൾട്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. ആർ ബി ഡി 4 Ω എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് തെവെനിൻസ് ഇക്വലൻ്റ്. ഡി ആണ് ഹൈ പൊട്ടൻഷ്യൽ പോയിൻ്റ്. അപ്പോൾ അവിടെ പ്ലസ്, ബിയിൽ മൈനസ്. ലോഡ് റെസിസ്റ്റൻസ് റീകണക്ട് ചെയ്യുക. 2 Ω. ആർ എൽ ഈക്വൽസ് 2 Ω എങ്കിൽ 2 ഓമിലെ കറണ്ട് ഐ എൽ ഈക്വൽസ് വി ബി ഡി ബൈ ആർ ബി ഡി പ്ലസ് ആർ എൽ. That is 1.5/4 + 2 or 0.25 ampere from D to B. കാരണം ഡി ആ ഹൈ പൊട്ടൻഷ്യൽ പോയിന്റ്. ഇനി നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ നോട്ട് ആൻഡ് സീറോ ഒക്കെ കാണാനുണ്ട്. അടുത്ത പോസ്റ്റിങ്സിൽ കാണാം. താങ്ക് യു.